ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10th സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് ചെറിയൊരു ചാപ്റ്ററാണ്. അധികം കാര്യങ്ങളൊന്നും ഇല്ല. ബോർഡ് എക്സാംസിനാണെങ്കിലും ഒരു 4 to 5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളൂ. അപ്പം ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. മെയിൻലി ഈ ചാപ്റ്ററിലോട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ്: ഇലക്ട്രോവാലൻറ്റ് അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ്, കൊവാലൻറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ടിങ്, കോർഡിനേറ്റ് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ടിങ്. അപ്പം ഇങ്ങനത്തെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അതേ കണക്ക് പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ 3 ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിൻ്റെ പഠിക്കുന്ന സമയത്തും ഇതിൻ്റെ ഡെഫിനിഷൻസ് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. എക്സാംസിന് നോർമലി ഒരു 1 മാർക്കിനൊക്കെ ഈ ഡെഫിനിഷൻസ് ഒക്കെ തന്നിട്ട് ഇതിൻ്റെ 1 ടേം എന്താണ് എന്ന് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഡെഫിനിഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കോവാലൻ്റ് ആൻഡ് കോർഡിനേറ്റ് ബോണ്ടിങ് ആണ് നോർമലി കൂടുതലായിട്ടും ചോദിച്ച് കാണാറുള്ളത്. ഡെഫിനിഷൻസ് തന്നിട്ട് ഏതാണെന്ന് എഴുതാൻ. അപ്പോൾ അത് തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ അതേ കണക്ക് തന്നെ ആറ്റങ്ങളുടെ കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കും. ഓക്കെ, ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എപ്പോഴും ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ കോമ്പൗണ്ട്സിൻ്റെത് വരയ്ക്കാനായിട്ട് മിക്കവാറും എക്സാംസിന് ഒരു 1 to 2 മാർക്സിന് വരെ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോവാലൻറ്റ് കോമ്പൗണ്ട്സ്, അതേ കണക്ക് തന്നെ കോവാലൻറ്റ് കോമ്പൗണ്ട്സ്, അവരുടെയൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, ഓക്കെ, സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് എന്തായിരിക്കും, അതേ കണക്ക് തന്നെ അവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് എങ്ങനെയായിരിക്കും, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്, അവരുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളുമാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും വരുന്നത്. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ കോവാലൻറ്റ് ആൻഡ് ഇലക്ട്രോവാലൻറ്റ് കോമ്പൗണ്ട്സ് ഇവർ തമ്മിലുള്ള കമ്പാരിസൺ പഠിച്ചു വെക്കുക. ഇത് കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കമ്പാരിസൺ പഠിച്ചു വെക്കണം അതുകൊണ്ട് തന്നെ. പിന്നെ അതേ കണക്ക് തന്നെ കോർഡിനേറ്റ് ബോണ്ടിങ് വരുന്ന സമയത്ത് കോർഡിനേറ്റ് ബോണ്ടിൽ അമോണിയം അയോൺ NH4+ അയോണ്, അതേ കണക്ക് തന്നെ ഹൈഡ്രോണിയം അയോൺ, ഇത് രണ്ടും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? Stability of an atom means having electron arrangement of inert gases. Inert gas that contains 8 electrons, octet or 2 electrons, duplet in its outermost shell. ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് അതിൻ്റെ നിയറസ്റ്റ് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുക, അതിനെയാണ് അത് സ്റ്റേബിൾ ആണെന്ന് പറയും. അപ്പം ഇനേർട്ട് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ, ഇവരിത്രയാണ് ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇവർക്കുള്ള പ്രത്യേകത എന്താണ്? ഇവരുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ ഈ ആറ്റങ്ങളെല്ലാം തന്നെ എന്താണ്? സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നവരെല്ലാം സ്റ്റേബിൾ ആണ് ബിക്കോസ് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പം ഇവരുടെ കേസിൽ നമ്മൾ ഹീലിയം എടുക്കാമെങ്കിൽ ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. ഓക്കെ, 2, അപ്പം അറ്റോമിക് നമ്പർ 2 ആണ്. സോ 2 ഇലക്ട്രോൺസ് ആണ് ഹീലിയത്തിനാകെ ഉള്ളത്. അപ്പം ഹീലിയത്തിന് ആറ്റത്തിന് ഒരേ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ, കെ ഷെല്ല് മാത്രമേ ഉള്ളൂ ഹീലിയത്തിന്. ആ കെ ഷെല്ലിൽ തന്നെ ഈ 2 ഇലക്ട്രോൺസും ഫില്ലാവും. അപ്പോൾ കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് ഫില്ലാവുന്നത് അല്ലേ. അപ്പോൾ ഹീലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് കെ ഷെല്ലാണ്. അത് മാക്സിമം 2 ഇലക്ട്രോൺസേ ഫില്ലാകത്തുള്ളൂ. ആ 2 ഇലക്ട്രോൺസും എന്ത് ചെയ്തിട്ടുണ്ട്? ഹീലിയത്തിൻ്റെ കേസിൽ ഫില്ലായിട്ടുണ്ട്. അപ്പം ഹീലിയം ഇവിടെ എന്ത് അച്ചീവ് ചെയ്തെന്ന് പറയാം? നമുക്ക് ഡ്യൂപ്ലറ്റ് അച്ചീവ് ചെയ്തെന്ന് പറയാം. ഓക്കെ, ഡ്യൂപ്ലറ്റ് അച്ചീവ് ചെയ്ത് കംപ്ലീറ്റ്ലി ഫിൽഡായിട്ട് സ്റ്റേബിളായിട്ട് മാറി. ഇനി നമ്മൾ ഈ നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ എടുക്കുന്ന സമയത്ത് ഇവരുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺസ് ആണ് ഫില്ലാവുന്നത്. ഓക്കെ, സോ 8 ഇലക്ട്രോൺസ് ഫില്ലായി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് 8 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒക്ടെക്റ്റ്. ഓക്കെ, ഒക്ടെക്റ്റ് എന്ന് വിളിക്കും. അപ്പം ഒരു ആറ്റം ഡ്യൂപ്ലറ്റ് അല്ലെങ്കിൽ ഒക്ടെക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ എന്ത് പറയാം അതിനെ? അത് സ്റ്റേബിളായി അല്ലെങ്കിൽ അത് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്തു എന്ന് പറയാം. അപ്പം ഇങ്ങനെ ആറ്റങ്ങൾ നിയറസ്റ്റ് ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ്റങ്ങൾ എന്തായെന്ന് പറയാം? സ്റ്റേബിൾ ആയെന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പം എല്ലാ ആറ്റംസും നോർമലി എന്താണ്, എല്ലാ ആറ്റത്തിനും എന്താണ്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ് ആഗ്രഹമുള്ളത് അല്ലേ. എല്ലാവർക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പം സ്റ്റേബിൾ അല്ലാത്ത ആറ്റങ്ങൾ എങ്ങനെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അപ്പം സ്റ്റേബിൾ അല്ലാത്ത ആറ്റങ്ങൾ അനദർ ഒരു സ്റ്റേബിൾ അല്ലാത്ത ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യും. എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ഒന്നെങ്കിൽ അത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ഓക്കെ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഷെയറിങ്, അതായത് ഒന്നെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി, ഗെയിൻ ഓർ ലൂസ് ഓഫ് ഇലക്ട്രോൺ വഴി, അല്ലെന്നുണ്ടെങ്കിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് വഴി അനദർ ഒരു ആറ്റവുമായിട്ട്, അൺസ്റ്റേബിൾ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ രണ്ട് ആറ്റങ്ങളും സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു സോഡിയം ആറ്റം എടുക്കാം. സോഡിയം ആറ്റം അറ്റോമിക് നമ്പർ 11 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 2, 8, 1 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഡിയം ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് KM ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പം ഇത് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. അപ്പം ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. അപ്പം ഇനി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിനകത്തോട്ട് 7 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ ഈസിലി ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക അല്ലേ. ഈ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? 2, 8, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏത് ഷെല്ലായിട്ട് മാറും? L ഷെല്ലായിട്ട് മാറും. അതിൽ 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. അപ്പം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. ഓക്കെ, സോ സോഡിയം ആറ്റം എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണ് ലൂസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അതേ കണക്ക് തന്നെ ക്ലോറിൻ ആറ്റം എടുത്ത് നോക്കിക്കേ. ക്ലോറിൻ ആറ്റം അറ്റോമിക് നമ്പർ 17 ആണ്. ഓക്കെ, ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2, 8, 7 അല്ലേ. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കിക്കേ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം ഇങ്ങനെ 7 ഇലക്ട്രോൺസ് ഉള്ളപ്പം എന്താണ്? അത് അൺസ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ഈസിലി അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്തായിട്ട് മാറും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് അത് സ്റ്റേബിൾ ആയിട്ട് മാറും. സോ ക്ലോറിൻ ആറ്റം എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ഓക്കെ, ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു, ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ സോഡിയം ലൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിനെ ആർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും? ക്ലോറിന് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഇലക്ട്രോണിനെ സോഡിയം കൊടുക്കും, ആ ഇലക്ട്രോണിനെ ക്ലോറിൻ മേടിക്കും. അങ്ങനെ അവർ കെമിക്കലി കമ്പൈൻ ചെയ്ത് NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അങ്ങനെ കെമിക്കലി കമ്പൈൻ ചെയ്ത് അല്ലെ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വഴി അവർ കെമിക്കലി കമ്പൈൻ ചെയ്ത് സോഡിയവും ക്ലോറിനും സ്റ്റേബിൾ ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റം എടുക്കാം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം അറ്റോമിക് നമ്പർ 1 അല്ലേ. അറ്റോമിക് നമ്പർ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ഹൈഡ്രജൻ്റെ കേസിൽ അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത് അതിൻ്റെ ഡ്യൂപ്ലറ്റ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ, K ഷെല്ലാണ്. അപ്പം K ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ 2 ആണ്. സോ 2 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്ത ആർക്ക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ ആറ്റത്തിന് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ എൻ്റെ കയ്യിലുണ്ട്. ഇനി ക്ലോറിൻ എടുത്ത് നോക്കിക്കേ. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 അല്ലേ. 2, 8, 7 കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിനെന്താണ്? ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനും സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു വരുന്ന കേസിൽ ഈ ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ, ക്ലോറിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 7 ഇലക്ട്രോൺസ്. ഹൈഡ്രജൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യും. ക്ലോറിൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം ഹൈഡ്രജൻ നോക്കിക്കേ, ഹൈഡ്രജന് ഷെയർ ചെയ്തപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസിനെ കിട്ടി അല്ലേ. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡായി. അതിന് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റി? അതിന് ഡ്യൂപ്ലറ്റ് അച്ചീവ് ചെയ്ത് സ്റ്റേബിൾ ആവാൻ പറ്റി. ഇനി ക്ലോറിനെ നോക്കിക്കേ, ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോണിനെ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ എന്ത് പറ്റി? ക്ലോറിന് 8 ഇലക്ട്രോൺസ് ആയ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റി? ക്ലോറിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്ത് അതിനും സ്റ്റേബിൾ ആവാൻ പറ്റി. ഇങ്ങനെ ആറ്റംസ് കെമിക്കലി കമ്പൈൻ ചെയ്യും. കെമിക്കലി കമ്പൈൻ ചെയ്യാൻ മീൻസ് നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ മീൻസ് ഗെയിൻ ഓർ ലൂസ് ഓഫ് ഇലക്ട്രോൺസ് നടത്തും, അല്ലെങ്കിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് വഴി കെമിക്കലി കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളായിട്ട് മാറും.
അങ്ങനെ ആറ്റംസ് ഇങ്ങനെ കെമിക്കലി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആറ്റങ്ങളുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആറ്റങ്ങളുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം ജസ്റ്റ് ഇത് കമ്പൈൻ ചെയ്തിട്ട് അങ്ങ് വീണ്ടും വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. സോ ഈ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിട്ട് ആ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഫോം ചെയ്യും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ബോണ്ടിങ്, അല്ലെ, കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കെമിക്കൽ ബോണ്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി. അപ്പം രണ്ട് ആറ്റംസ് കെമിക്കലി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം കെമിക്കൽ ബോണ്ട് മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോവാലൻ്റ് അല്ലെങ്കിൽ അയണിക് ബോണ്ട്, ഇലക്ട്രോവാലൻ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ് എന്ന് വിളിക്കും. രണ്ടാമത്തത് കോവാലൻ്റ് ബോണ്ട് ഓർ മോളിക്കുലാർ ബോണ്ട്, കോവാലൻ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ടിങ് എന്ന് വിളിക്കും. മൂന്നാമത്തതാണ് കോർഡിനേറ്റ് ഓർ ഡേറ്റീവ് ബോണ്ടിങ്. ഓക്കെ, കോർഡിനേറ്റ് ഓർ ഡേറ്റീവ് ബോണ്ടിങ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട്സ് ആണുള്ളത്. ഇലക്ട്രോവാലൻ്റ് ഓർ അയണിക് ബോണ്ടിങ്, കോവാലൻ്റ് ഓർ മോളിക്കുലാർ ബോണ്ട്, കോർഡിനേറ്റ് ഓർ ഡേറ്റീവ് ബോണ്ട്. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ബോണ്ടും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇലക്ട്രോവാലൻ്റ് അല്ലെങ്കിൽ അയണിക് ബോണ്ട്. അപ്പോൾ ഇലക്ട്രോവാലൻ്റ് അല്ലെങ്കിൽ അയണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ട് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ. ഓക്കെ, അതായത് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാകുന്ന ബോണ്ടിങ്. ഇപ്പോൾ നമ്മൾ NaClൻ്റെ കാര്യം പറഞ്ഞല്ലേ, സോഡിയം എന്ന് പറയുമ്പം അറ്റോമിക് നമ്പർ 11 ആണ്, 281 ആയിരുന്നു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം എന്ത് ചെയ്യും? സോഡിയം ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. ഇനി നോക്കിയാൽ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്, കോൺഫിഗറേഷൻ 287, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 7 ഇലക്ട്രോൺസ്. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കണം. അപ്പം ഇതെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ഓക്കെ, സോഡിയം ലൂസ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ക്ലോറിൻ ഗെയിൻ ചെയ്യും, അല്ലേ? അപ്പം ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ട് ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രോവാലൻ്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ബോണ്ട് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ട്രാൻസ്ഫർ മീൻസ് ഗെയിൻ ഓർ ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഇലക്ട്രോവാലൻ്റ് ഓർ അയണിക് ബോണ്ടിങ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ബോണ്ടിങ് ആണ് കോവാലൻ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ട്. ഓക്കെ, ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് 1, 2 or 3 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? കോവാലൻ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ടിങ് എന്ന് പറയുന്നത്. നേരത്തെ HClൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഹൈഡ്രജൻ ആറ്റം, അല്ലേ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ, K ഷെല്ല് മാത്രമേ എന്തിനുള്ളൂ? ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ കേസിൽ K ഷെല്ലായിരിക്കും. അപ്പം അതിന് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് വേണം? ആ K ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവണം. മീൻസ് എന്താണ്? K ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ മീൻസ് അത് ഡ്യൂപ്ലറ്റ് അച്ചീവ് ചെയ്യണം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം ഡ്യൂപ്ലറ്റ് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. അത് കണക്ക് തന്നെ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പം ക്ലോറിന് സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്ലോറിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോണും കൂടി വേണം. അപ്പം ഇവർ തമ്മിൽ ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുക. അതേ കണക്ക് തന്നെ ക്ലോറിൻ അതിൻ്റെ ഈ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജനോട് ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 2 പേർക്ക് അവരവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കിയിട്ട് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഹൈഡ്രജൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യും, ക്ലോറിൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പം ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്തു? 1 പെയർ ഓഫ് ഇലക്ട്രോണ് ഇവർക്കിടയിൽ ഷെയർ ചെയ്തു വന്നു. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ഷെയറിങ് വഴി ഉണ്ടാവുന്ന ബോണ്ടിങ്, അതാണ് കോവാലൻ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് കോർഡിനേറ്റ് ഓർ ഡേറ്റീവ് ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ bond formed by the sharing of electrons, but the shared pair of electron is contributed by one of the atoms. Okay, X എന്നൊരു ആറ്റം എടുക്കുക, Y എന്നൊരു ആറ്റം എടുക്കുക. ഓക്കെ,
ഈ എക്സ് വൈ എന്ന് പറയുന്നത് കെമിക്കലി കമ്പൈൻ ചെയ്യുവാണ്. എക്സും വൈയും കെമിക്കലി കമ്പൈൻ ചെയ്യുവാണ്. എങ്ങനെയാണ്? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട്. പക്ഷേ എങ്ങനെയായിരിക്കും ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് രണ്ടും വരുന്നത് എവിടെ നിന്നായിരിക്കും? ഓൺലി വൺ ആറ്റത്തിൽ നിന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. വൈ എന്ന് പറയുന്ന ആറ്റം അതിന് വാങ്ങിക്കുന്നു, അതായത് ഷെയർ ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. ബട്ട് വൈയിൽ നിന്ന് ഒരു ഇലക്ട്രോണും ഷെയർ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഇപ്പോൾ എക്സ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന്, അതിൻ്റെ 2 ഇലക്ട്രോൺസിന് വൈ ആയിട്ട് ഷെയർ ചെയ്യും. വൈ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്ത് നിൽക്കും. ബട്ട് എന്ത് ചെയ്യുന്നില്ല? വൈ ഇതിനകത്ത് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എല്ലാം വന്നിരിക്കുന്നത് എക്സിൽ നിന്നായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനേറ്റ് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇത് കോർഡിനേറ്റ് ബോണ്ടിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറയാം. നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ നമ്മൾ ആണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലൻറ്റ് ബോണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനകത്തുള്ള കോമ്പൗണ്ട്സ്, അതായത് ആണിക്കായിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ, അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്, അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്, അങ്ങനെയുള്ള ആണിക് ബോണ്ട് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.